ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ചർച്ചകൾ സജീവമാകുന്നു. മഞ്ജു വാര്യർ WCCയുടെ സ്ഥാപക അംഗമാണ്. പക്ഷേ അവർ വ്യത്യസ്തമായ നിലപാടാണ് ഹേമ കമ്മിറ്റിയോട് സ്വീകരിച്ചത്. ഹേമ കമ്മിറ്റിയിൽ വന്ന് അവർ നൽകിയ മൊഴി സിനിമാ മേഖലയിൽ ഒരു തരത്തിലുള്ള പീഡനവും ഇല്ല എന്നായിരുന്നു. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞതെന്ന് ഹേമ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. ഹേമ കമ്മീഷൻ അത് എടുത്തു പറയുന്നു. ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ WCCയിലെ മറ്റ് അംഗങ്ങൾക്കില്ലാത്ത വിധം വലിയ അവസരങ്ങൾ ഈ പ്രമുഖ നടിക്ക് ലഭിച്ചുവെന്നും മഞ്ജു വാര്യരുടെ പേര് എടുത്തു പറയാതെ കമ്മീഷൻ പരാമർശിക്കുന്നുണ്ട്. WCC ആ വിഷയത്തിൽ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് ശ്രദ്ധേയമാണ്. എന്താണ് അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു. 250ഓളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ WCC മുൻ സ്ഥാപക അംഗത്തിൻ്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. അതിജീവിതക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് WCC കരുതുന്നു. മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെ പൊതുരീതിയാണ്. ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല. ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത്. കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു. നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിന്നിരുന്ന ഒരു ഇടമാണിത്. അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത്. പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടത്. വളരെ ആർജവമുള്ള നിലപാടാണ് WCC ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.